ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളെ ഇൻ്റഗ്രേഷൻ എക്സാം ആണല്ലേ? എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചു. നമുക്ക് ലാസ്റ്റ് ഒരു വട്ടം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് പോവാം. നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 മുതലാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായി വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അവർക്കായിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് മലയാളത്തിനുണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിക്കുണ്ട്. കുട്ടികൾക്ക് എക്സാമിന് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. UKGയിലോട്ട് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക്, അതായത് ഇപ്പോഴും കുട്ടികൾക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതൊക്കെ ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇനി എക്സാം പ്രിപ്പറേഷൻ ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിലാണ് കേട്ടോ. മലയാളം, ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുന്ന കോൺവെർസേഷൻ, ഡയറി, നിവേദനം എഴുതുക, വിവരണം എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളം, ഇംഗ്ലീഷ് എക്സാം ടോപ്പിക്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇനി ഈ വെക്കേഷന് ഒത്തിരി വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾ ആബ്സെൻ്റ് ആവുന്ന ദിവസങ്ങളിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവത്തില്ല. ഓക്കെ, ഇവിടെ നോക്കിയേ. മുയൽ, അണ്ണാൻ, മാൻ. മുയൽ, അണ്ണാൻ, മാൻ. മുയലിൻ്റെ കയ്യിൽ കുറച്ച് മാമ്പഴമുണ്ട്. എത്ര മാമ്പഴമാണെന്ന് എങ്ങനെ കണ്ടെത്താം? മുയൽ 10ൻ്റെ എത്ര മാമ്പഴമുണ്ട്? 1, 2, 3. അപ്പോൾ 3 10കൾ ചേർന്നാൽ എത്രയായി? 30. ഇനി എത്ര ഒരു മാങ്ങകൾ വീതമുണ്ട്? 1, 2, 3, 4. അപ്പോൾ 30 എന്താ? 34. അപ്പോൾ എത്ര 10കൾ ഉണ്ടെന്ന് നോക്കുക. അതിനോടൊരു 0 കൊടുക്കുക. അത്രയും 10 ആവും, അത്രയും 30 ആവും ടോട്ടൽ. ഇതിൽ എത്രയുണ്ടോ അതോടെ കൂട്ടി എഴുതിയാൽ മതി. 34. ഇവിടെ എത്ര 10കൾ ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5. 5 10കളുണ്ട്. 5 10s എന്ന് പറഞ്ഞാൽ 5നോടൊരു 0 കൊടുക്കുക. 50, 50. എത്ര ഒന്നുകളുണ്ടെന്ന് നോക്കുക. 1, 2, 3. 3 ഓരോ മാങ്ങ വീതം. 50 and 3, 53. എഴുതാൻ മനസ്സിലായോ? ഇനി ഇവിടെ എത്ര 100 ഉണ്ട്? ഒരു 100 ഉണ്ട്. ഒരു 100 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, 100. ഇവിടെ നമ്മൾ ഒരു 0 കൊടുത്തു. 10 എന്ന് പറയുമ്പോൾ ഒരു 0 കൊടുത്തു. 100 എന്ന് പറയുമ്പോൾ 2 0 കൊടുക്കുക. കാരണം 100ന് എത്ര 0 ഉണ്ട്? 2. 10ന് എത്ര 0 ഉണ്ട്? 1. അപ്പോൾ ഒരു 0 കൊണ്ട് 5ന് ഒരു 0 കൊടുത്തു. 100ന് 2 0 കൊണ്ട് ഒരു പാക്കറ്റുകൾ. അപ്പോൾ 1ന് 2 0 കൊടുത്തു. ഇനി എത്ര 10കളുണ്ട്? 1, 2. അപ്പോൾ 2വിന് ഒരു 0 കൊടുക്കുക. 2 10 ആയതുകൊണ്ട് 20. 120, 120. അപ്പോൾ ഇതെല്ലാവർക്കും എഴുതാൻ മനസ്സിലായോ? ഇതിൽ ഏറ്റവും കൂടുതൽ മാമ്പഴം ആർക്കാണ്? ഡീർ, മാനാണ്. ഏറ്റവും കുറവോ? റാബിറ്റ്, മുയലിനാണ്. അപ്പം ഇതും കണ്ടെത്താനായിട്ട് അറിയാലോ. ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്, അതും കണ്ടെത്താൻ അറിയാലോ. 100 10s 1s തന്നാൽ എങ്ങനെ എഴുതണമെന്നും അറിയാലോ. 10s എന്ന് പറയുമ്പോൾ എത്ര 10s ഉണ്ടെന്ന് നോക്കുക. 3. അപ്പോൾ ഒരു 0 കൊടുക്കുക. 30. ഇവിടെ എത്ര 10s ഉണ്ട്? 5. ഒരു 0 കൊടുക്കുമ്പോൾ 50. ഇവിടെ എത്ര 10s ഉണ്ട്? 2. ഒരു 0 കൊടുക്കുമ്പോൾ 20. ഇനി ഇവിടെ നോക്കി. 4. ഇവിടെ 3. ഇവിടെ ഒരു 100 ആണ്. അപ്പോൾ 100 തന്നെയാണ്. 120, 120. 50 and 3, 53. 30 and 4, 34. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആരും തെറ്റിക്കരുത് കേട്ടോ. ഇനി ഇവിടെ വില വിവര പട്ടിക. ഇതിലപ്പോൾ ഇവിടെ ഒരു കുറച്ച്
പടക്കങ്ങളുടേതാണ്, പച്ചക്കറികളുടേതാവാം. പച്ചക്കറികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറികളോട് നൽകിയാൽ ഫ്രൂട്ട്സ് ആയിരിക്കാം, അതിൻ്റെ വില നൽകിയിട്ടുണ്ടാവും. കൂട്ടി എഴുതേണ്ടത് എങ്ങനെ? പൂത്തിരി ഒരെണ്ണം, ഒരു പൂത്തിരി വാങ്ങി, അപ്പോൾ എത്രയാണ്? 13 രൂപ. അത് പൂത്തിരി ഒന്നാണെങ്കിൽ പൂത്തിരിയുടെ നേരെയുള്ള വില ഇവിടെ എഴുതുക, 13 രൂപ. കമ്പിത്തിരി 1, അപ്പോൾ കമ്പിത്തിരിയുടെ നേരെയുള്ളത് 11. ആകെ എത്രയാണ്? 3 1 4, 1 1 2. എപ്പോഴും നമ്മൾ എവിടെ നിന്ന് കൂട്ടണം? റൈറ്റ് സൈഡിൽ നിന്ന് കൂട്ടണം. 3നോട് 1 കൂട്ടുമ്പോൾ എത്രയായി? 4. ഇനി അത് തൊട്ട് പുറകിലുള്ളത് 1നോട് 1 കൂട്ടുമ്പോൾ 2, 24. ഇനി എന്താ? കമ്പിത്തിരി 1, 11 രൂപ. കളർ തീപ്പെട്ടി എത്രയാണ്? 9. അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിലാണ്, ഏറ്റവും വലതുവശത്താണ് എഴുതേണ്ടത് കേട്ടോ. ആകെ എത്ര? ഈ 1നോട് 9 കൂട്ടുമ്പോൾ 10. 1 ഉണ്ട്, ആ 1 ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. 1 1 2, അപ്പോൾ ആകെ എത്രയാ? 20. കൂട്ടുകാരന് വേണ്ടി വാങ്ങിയത് നീലച്ചക്രം 1, നീലച്ചക്രം 1 എത്ര രൂപയാ? 12 രൂപ. മാലപ്പടക്കം 19, അപ്പോൾ 19. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ കൂട്ടുക. 9നോട് 2 കൂട്ടിയാൽ താഴെ നിന്ന് മുകളിലോട്ടായാലും മുകളിലും താഴെ 2 ഒരുമിച്ച് കൂട്ടണം. 9നോട് 2 കൂട്ടിയാൽ 10, 11. 1 എഴുതുക. 11ൻ്റെ ഇടതുവശത്തുള്ള 1 ഇവിടെ കൊടുക്കുക. അപ്പോൾ 1 1 2, 2 1 3, 31. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഇതിലുള്ള കണക്കുകൾ നോക്കാം. ഉണ്ണിക്കുട്ടൻ പടക്കങ്ങൾ വാങ്ങിയപ്പോൾ 75 രൂപയായി. ഇങ്ങനെ ആകെ കണ്ടെത്താൻ അറിയാലോ എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഇനി ഉണ്ണിക്കുട്ടൻ 75 രൂപയ്ക്ക് പടക്കം വാങ്ങി. എത്ര രൂപയ്ക്ക് വാങ്ങി? 75 രൂപയ്ക്ക് പടക്കം വാങ്ങി. 8 10 രൂപ കൊടുത്തു. 8 10. ടീച്ചർ പറഞ്ഞു 8 10 ആവുമ്പോൾ എത്രയാ? 8നോട് 0 കൊടുത്താൽ മതി. 80. 8 10 രൂപ എന്ന് പറയുമ്പോൾ 10 രൂപയുടെ 8 എണ്ണം, 10 രൂപയുടെ 8 എണ്ണം, 10 രൂപയുടെ 8 നോട്ടുകൾ. അപ്പൊ എത്ര 10 ഉണ്ട്? 8. അതിനോടൊരു 0 കൊടുത്താൽ 80, 80. 80 രൂപ കൊടുത്തു, 75 രൂപയായി. അപ്പോൾ ബാക്കി എത്ര രൂപ കിട്ടും? കടക്കാരന് കൊടുത്തത് 80 രൂപ. ബാക്കി എത്ര രൂപയാണ് കിട്ടുക? 75 മുതൽ 80 വരെ എത്താൻ എത്ര വിരലുകൾ എടുക്കണം? 75 കഴിഞ്ഞ് 76, 77, 78, 79, 80. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, 5. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഇതുപോലെ വില പട്ടിക തന്നിട്ട് കൂട്ടി എഴുതാൻ ചോദിച്ചാൽ ആരും തെറ്റിക്കരുത്. കൊടുക്കുന്ന പൈസ ബാക്കി എത്ര തിരികെ തരും അതും. ഓക്കെ, ഇവിടെ ഒരു കഥയാണ്, നമ്മൾ പഠിച്ച കഥയാണ്. ഇനി കറക്റ്റ് ഓർഡറിൽ എഴുതുക. വിശേഷപ്പെട്ട പൂവ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതിൽ ഇത് ഏത് ചിത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്? വിശേഷപ്പെട്ട പൂവ്, അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, ഈ ചിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ചിണ്ടനും കൂട്ടരും തുരങ്കമുണ്ടാക്കി അകത്ത് കടന്നു. അത് ഏത് ചിത്രവുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ ചിണ്ടനും കൂട്ടുകാരും തുരങ്കമുണ്ടാക്കി അകത്ത് കിടന്നു. കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടം, അതേതുമായി ബന്ധപ്പെട്ടതാ? കേശൻ രാജാവ് ഇതാ നിൽപ്പുണ്ട്. കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടം. പൂവിന് വേണ്ടി പിടിവലിയായി, അതേതാണ്? പൂവിന് വേണ്ടി പിടിവലിയായി. കിട്ടിയ ഭാഗവുമായി ഓടി രക്ഷപ്പെട്ടു, ഇതാണ്. ഓക്കെ. പൂന്തോട്ടത്തിന് ചുറ്റും ചെന്നായ്ക്കൾ കാവലുണ്ട്, അതേതാണ്? പൂന്തോട്ടത്തിന് ചുറ്റും ചെന്നായ്ക്കൾ കാവലുണ്ട്, ഇതാണ്. അപ്പോൾ ഒരു കഥയുടെ ചിത്രം പല ഭാഗത്ത് തന്നിരുന്നാൽ അത് മാച്ച് ചെയ്ത് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ കഥ എഴുതാൻ ചോദിക്കും. ചിത്രം കണ്ടിട്ട് ആ ചിത്രം അനുസരിച്ച് കഥ എഴുതുക. കഥ എഴുതാൻ എല്ലാവർക്കും അറിയാലോ. ചിത്രത്തിൽ എന്ത് കാണുന്നോ നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ അത് എഴുതുക. മനസ്സിലായല്ലോ? ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ നിങ്ങൾ അതിനൊരു കഥയാക്കി മാറ്റുക. എല്ലാ ചിത്രവും നോക്കണം. എല്ലാ ചിത്രവും നോക്കിയ ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കഥ ഉണ്ടാക്കുക. ആ കഥ എന്ത് ചെയ്യുക? എഴുതുക. എന്നിട്ട് അതിനൊരു പേര്, തലക്കെട്ടും കൊടുക്കുക. കഥ എഴുതാൻ മനസ്സിലായല്ലോ?
ഈ പാഠത്തിൽ നിന്ന് മറ്റൊരു ചോദ്യമുണ്ട്. ഇല നട്ട് മുളപ്പിക്കുന്നത്, അങ്ങനെ ഓർമ്മയുണ്ടോ? ചെമ്പരത്തി എന്ത് നട്ടാ മുളപ്പിക്കുന്നത്? കമ്പ് നട്ട് മുളപ്പിക്കുന്നത്. ഇല നട്ട് മുളപ്പിക്കുന്നത്, വിത്ത് നട്ട് മുളപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കമ്പ് നട്ട് മുളപ്പിക്കുന്നത്, ഇല നട്ട് മുളപ്പിക്കുന്നത്, വിത്ത് നട്ട് മുളപ്പിക്കുന്ന ഇലമുളച്ചി. ഇല നട്ട് മുളപ്പിക്കുന്നത് ഇലമുളച്ചി. കമ്പ് നട്ട് ചെമ്പരത്തി, റോസ, അതൊക്കെ വരും. ചെമ്പരത്തി, റോസ, അതൊക്കെ. വിത്ത് തക്കാളി, വെണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈസി അല്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.